ഫൈനലി അങ്ങനെ കുറച്ച് എക്സൈറ്റിംഗ് മാച്ചസ് വന്നിട്ടുണ്ട്. സെമി ആയതോടി ഒരു കിടിലൻ മാച്ച് നിലവിൽ വന്നിട്ടുണ്ട്. അതും ഫ്രാൻസ് വേഴ്സസ് സ്പെയിൻ. അതൊരു കിടിലൻ മാച്ച് ആയിരിക്കും, എംബാപ്പെ വേഴ്സസ് യമീൻ ലമാൽ. കാരണം ഒരു 2-1 വിജയത്തിന് നിലവിൽ ബെൽജിയത്തിനെ തോപ്പിച്ച് സെമി ഫൈനലിലേക്ക് സ്പെയിൻ കടന്നിട്ടുണ്ട്. ഒരു കിടിലൻ വിക്ടറി എന്ന് വേണമെങ്കിൽ പറയാം. ലാസ്റ്റ് ടൈമിൽ ഒരു ബ്ലണ്ടർ ആയിരുന്നു, എന്നാലും സെമി ഫൈനലിലേക്ക് നിലവിൽ നല്ല പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ച് സ്പെയിൻ കയറിയേക്കണേന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു കിടിലൻ മാച്ചാണ് നിലവിൽ ഇനി സെമി ഫൈനലിൽ വരാൻ പോണ. ഫാൻസ് എല്ലാവരും കാത്തിരുന്ന ഒരു മാച്ച് ആയിരിക്കും. സ്പെയിൻ ആ ഒരു കപ്പ് തൂക്കോ ഇല്ലയെന്നും നമുക്കറിയില്ല, ചിലപ്പോൾ തൂക്കാനും ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു ബ്ലണ്ടറിലാണ് ആ ഒരു വിജയ ഗോൾ വാങ്ങിച്ചത്. നമുക്കറിയാം ലമീൻസിന്റെ വരവോടെ നല്ലൊരു കിടിലൻ ഗോൾ കീപ്പറാണ്, പക്ഷേ കോർട്ടുവേഴ്സിന്റെ പോയതോടെ എല്ലാം കയ്യിൽ നിന്ന് പോയെന്നുള്ളതാണ്. ഒരു ബ്ലണ്ടർ ആയിരുന്നു അത്, ആളുടെ ആ ഇരിപ്പിലറിയാം. കാരണം ഒട്ടും എന്താണ് നമുക്ക് ആശ്വസിക്കാൻ പറ്റാത്ത ടൈപ്പ് ഒരു ബ്ലണ്ടർ ആയിരുന്നു. ടീം മൊത്തത്തിൽ പുറത്തു പോയി എന്ന് വേണമെങ്കിൽ പറയാം. ലാമിൻസ് ഒരു കിടിലൻ ഗോൾ കീപ്പർ തന്നെയാണ്, പക്ഷെ ആൾ ആ ഷോട്ട് സേവ് ചെയ്തതും പിന്നീട് ഡിഫ്ലക്റ്റ് ആയിട്ട് വന്ന് മിക്കൽ മെരീനോ കയറ്റി എന്നുള്ളതാണ്. അത് ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം. പിന്നെ ഫാബിയാൻ റൂയിസിന്റെ വകയായിരുന്നു ആദ്യത്തെ ആ ഒരു ഗോള്. രണ്ടാമത് കിടിലൻ ഒരു ഗോളോടുകൂടി അറ്റ്ലാന്റയുടെ താരം തിരിച്ചു വന്നു എന്നുള്ളതാണ്. ആളൊരു നമ്പർ 10 ആണ്, പക്ഷെ ആളെ CF ആക്കി കളിച്ച് നല്ല രീതിയിൽ കളിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഹാഫ് ടൈം ആയപ്പോൾ ഒരു 1-1 എന്ന നിലയിലെത്തി. അങ്ങനെ സെക്കൻഡ് ഹാഫ് ലാസ്റ്റ് ആയപ്പോഴാണ് ഈ ഒരു ഗോൾ വന്നത്. അങ്ങനെ മറ്റൊരു തോൽവി കൂടി വന്നിട്ടുണ്ട് ബെൽജിയത്തിന്. നിലവിൽ എന്താ പറയാ, മിക്കൽ മെരീനോ വാട്ടേമൻ ആളൊരു ക്ലച്ച് പ്ലെയർ ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ക്ലച്ച് ടൈമിൽ എപ്പോഴും ഗോൾ അടിക്കുന്നുണ്ട്. പോർച്ചുഗലിനായിട്ട് അടിച്ച് ഇതിക്ക് മുമ്പും വേൾഡ് കപ്പിലും യൂറോ കപ്പിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ആളുടെ പെർഫോമൻസ്. ആഴ്സണലിലാണെങ്കിലും ആളിടക്ക് ഇങ്ങനത്തെ ഗോളുകൾ വന്ന് അടിച്ച് ടീമിനെ രക്ഷിക്കാറുണ്ടെന്നുള്ളതാണ്. ആ ഒരു വിന്നിങ് മൂമെന്റ് ഒക്കെ നന്നായിട്ട് തന്നെ ലെമിൻ യമാലിന്റെ ബ്രദർമാർക്കാരൊക്കെ ആഘോഷിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എല്ലാരും കണ്ടതാണ് ആ ഒരു വിക്ടറി. വൺസ് അഗൈൻ ഒരു ബ്രില്യൻ പെർഫോമൻസ് തന്നെ പുള്ളിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. ആ ഒരു റൈറ്റ് വിങ്ങിൽ കിടന്ന് മെഴുകണേന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഈ ഒരു കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ വീണ്ടും വന്നിട്ടുണ്ട്. റഫറി അന്ധനാണെന്ന് തോന്നുന്നു സം ടൈംസ്, പക്ഷെ അതൊരു പെനാൽറ്റി ആവാണ്ടിരിക്കാനും ചാൻസ് ഉണ്ട്. നോ ഇന്റന്റ് ആണ്. അങ്ങനെ വീണ്ടും ബെൽജിയം ഫാൻസിന് മറ്റൊരു ക്രൈം മൂമെന്റ് കൂടി വന്നിട്ടുണ്ട്. എന്താ പറയാ, ഫ്രാൻസിന്റെ ആ ഒരു കിടിലൻ പെർഫോമൻസ് കൂടി അവരും സെമി ഫൈനലിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. എംബാപ്പെ പുള്ളിയുടെ ആ ഒരു പീക്ക് ഫോമിലാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആളുടെ പെർഫോമൻസ് ബാക്ക് ടു ബാക്ക് ഒരു ഇമ്പാക്ട് നിലവിൽ ഫ്രാൻസിന് കൊണ്ടുവരുന്നുണ്ട്. ഒരേ ലെവലിൽ തന്നെയാണ് ആൾ 18 മുതൽ കളിച്ചു തുടങ്ങണം. അപ്പൊ ആളുടെ ആ ഒരു എന്താ പറയാ പീക്ക് ലെവലിൽ ഇപ്പോഴും മാറിയിട്ടില്ല. ഫ്രാൻസിന് എന്തായാലും ആഘോഷിക്കാം. പക്ഷെ ഒരു ഇഞ്ചുറി വന്നിട്ടുണ്ട്, അത് സീരിയസ് ആണോ ഇല്ലയെന്ന് അറിയില്ല. ആളുടെ പെർഫോമൻസിനെ പറ്റി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. ആള് ഫ്രാൻസിന് വേണ്ടി കളിക്കുമ്പോൾ തീയാണ്. ആ ഒരു പെനാൽറ്റി ഇൻസിഡന്റ് വേണമെങ്കിൽ ഒരു ഡൈവ് ആണെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഒരു വാർ ചെക്ക് ചെയ്തിട്ടും കുറെ ടൈം കഴിഞ്ഞിട്ടാണ് ആ പെനാൽറ്റി കൊടുത്തത്. പക്ഷെ അത് സേവ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ വീണ്ടും ഒരു ബാങ്കർ കൂടി അടിച്ചായിരുന്നു മിസ്ര പോലെ തന്നെ എംബാപ്പെ. ബാക്ക് ടു വൺ ചാൻസ് വൺ ബാങ്ക്. ആളുടെ ആ ഗോൾ കെർവിങ് ഷോട്ട് അടിപൊളിയാന്ന് വേണമെങ്കിൽ പറയാം. 2-3 താരങ്ങളുടെ ഉള്ളിൽ കൂടിയാണ് പുള്ളി ആ ഒരു ഫിനിഷ് ചെയ്തത്. പിന്നെ മറ്റൊരു മാൻ ഓഫ് ദ മാച്ച് പെർഫോമൻസ് കൂടി പുള്ളിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. ഒരു ഡോമിനേറ്റിംഗ് ആയിരുന്നു നിലവിൽ ആ ഒരു പെർഫോമൻസ്. കാരണം SG വെച്ച് നോക്കിയാലും അത്രയും കിടിലൻ പെർഫോമൻസ് ആണ് നിലവിൽ ഈ ഒരു ഫ്രണ്ട് ത്രീ ഒക്കെ തന്നുകൊണ്ടിരിക്കുന്നത്. ഡെമ്പലെ ആണെങ്കിലും കിടിലൻ ഫോമിലാണ്. ആള് സെക്കൻഡ് ബാലൻഡോറിന് വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഒരു ഡോമിനേഷൻ തന്നെയായിരുന്നു ഈ ഒരു ഫസ്റ്റ് ഹാഫിലൊക്കെ തന്നെ അറിയാം. ആകെ എടുത്ത് പറയേണ്ടത് മൊറോക്കോന്റെ ആ ഒരു ഗോളിയായിരുന്നു. ആളില്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗോളുകൾ വീണാനെ. ആളുടെ പെർഫോമൻസ് ആണ് എടുത്ത് പറയേണ്ടത്. അൽ ഹിലാലിന്റെ ഗോളിയാണ്. ആളില്ലെങ്കിൽ എന്തായാലും മിനിമം 2-3 ഗോള് അതിൽ കൂടുതൽ ചിലപ്പോൾ വീണാനെ. ആളുള്ളതുകൊണ്ടൊന്ന് ആശ്വസിക്കാൻ പറ്റി.